നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച വരെ നീട്ടി. മെയ് മാസം 4, 5 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള മെയ് മാസത്തെ റേഷൻ വിഹിതം നോക്കാം. മഞ്ഞക്കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപക്കും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം വെള്ളക്കാർഡിന് 6 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. മറ്റൊരറിയിപ്പ്, തൊഴിലാളി ദിനത്തിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകി KSRTC. മെയ് ദിനത്തിൽ 22,000-ൽ പരം ജീവനക്കാരിലേക്കാണ് ശമ്പളം എത്തിച്ചേർന്നത്. ജീവനക്കാരുടെ ശമ്പളം 1-ാം തീയതി തന്നെ ഒറ്റത്തവണയായി നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ജീവനക്കാരുടെ ശമ്പളം ഒറ്റഗഡുവായി 1-ാം തീയതി തന്നെ വിതരണം ചെയ്തിരിക്കുകയാണ്. പ്രവർത്തന പുരോഗതിയിലും തൊഴിലാളി ക്ഷേമ നടപടികളിലും അഭിമാനകരമായ ഒരു ചരിത്രമെഴുതുകയാണ് ഈ മെയ് ദിനത്തിൽ KSRTC ചെയ്തിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ മാസം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് തനതു മാസത്തെ തുകയും എത്തിച്ചേരും. ഓരോ ഗുണഭോക്താക്കൾക്കും 3,200 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വരുന്ന ആഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നത്. മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.